വിനോദ് മേക്കോത്തിലേക്ക്. ശ്രീ വിനോദ് മേക്കോത്ത്, നിങ്ങൾ ഇതിന് പിന്നാലെയാണെന്ന് പറയുമ്പോൾ ആദ്യഘട്ടത്തിൽ വിനോദം നിങ്ങൾക്ക് ഭ്രാന്താണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കല്ല, ഈ പറഞ്ഞ ശുചീകരണ തൊഴിലാളിക്ക് മനോനില തെറ്റിയ എന്ന് പറഞ്ഞവരുണ്ട്, നിങ്ങൾക്കടക്കം ഇത് ഭ്രാന്താണെന്ന് പറഞ്ഞവരുണ്ട്, ഇതേതോ യക്ഷിക്കഥ കൊണ്ടുവരാമെന്ന് പറഞ്ഞവരുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ അവിടുത്തെ BJP-യുടെ പ്രതിപക്ഷ നേതാവ് പറയുന്ന മട്ടിൽ കേരളത്തിൽ ഗൂഢാലോചനയാണ്, ഏതോ പരാതിക്കാരൻ മുസ്ലിമാണെന്ന് കള്ളം പറഞ്ഞവരുണ്ട്. അതിൻ്റെ ഒടുവിൽ ഈ ദിവസം ഈ കേസിൽ ഏറ്റവും സുപ്രധാനമാണ് ശ്രീ വിനോദ് മേക്കോത്ത്. തീർച്ചയായും ഈ കേസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ ക്രൈം ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട അധ്യായങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു അധ്യായമാണ് ഇന്ന് നമ്മുടെ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ടുള്ള ഈ പറയുന്ന കേസിൽ ഈ അസ്ഥികൂടവും അതുപോലെ തന്നെ തലയോട്ടിയും ഒക്കെ കണ്ടെത്തിയ നടപടിയിലൂടെ ഉണ്ടായിട്ടുള്ളത്. ഇത് ഒരു കെട്ടുകഥയാണ്, ഇത് ഒരു യക്ഷിക്കഥയാണ് എന്നൊക്കെ പറഞ്ഞവരിന്ന് എവിടെ? ഞാൻ അവരെ കുറ്റം പറയുകയല്ല. കാരണം ഇത്തരത്തിലൊരു കഥ നമ്മളാരും മുമ്പ് കേട്ടിട്ടില്ലാത്തത് കൊണ്ട് അവരിപ്പോഴും കഥയുടെ ലോകത്ത് അഭിരമിക്കുന്നവരായി മാറിയതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. പക്ഷേ ഒരു സംസ്ഥാനത്തെ സുപ്രധാന ഉദ്യോഗസ്ഥനായിട്ടുള്ള DGP-യുടെ തലത്തിലുള്ള ഒരു SIT രൂപീകരിക്കുകയും 17 മണിക്കൂർ നേരം അയാളുമായി ഈ പറയുന്ന വെളിപ്പെടുത്തിയ സാക്ഷിയുമായി പിന്നെ കൂടിക്കാഴ്ച നടത്തുകയും അവരുമായി സംസാരിക്കുകയും വിവരശേഖരണം നടത്തുകയും ഒക്കെ ചെയ്തിട്ട് 1000-ഓളം ഉദ്യോഗസ്ഥരെ, വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെടുന്ന 1000-ഓളം ഉദ്യോഗസ്ഥരെ അന്വേഷണത്തിന് വേണ്ടി ഡിപ്ലോയ് ചെയ്യുകയും ചെയ്തിട്ട് പോലും ആ അന്വേഷണത്തെ ആ അർത്ഥത്തിൽ നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങൾ വേണ്ടത്ര ഗൗരവത്തിൽ എടുത്തിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. News 18, അതായത് നമ്മുടെ 24 ന്യൂസ് ഉൾപ്പെടെ 2 മാധ്യമങ്ങളാണ് എനിക്ക് എടുത്തു പറയാൻ കഴിയും. അതിൽ 24 ന്യൂസ് എന്ന് പറയുന്നത് ശ്രദ്ധേയമായി ഈ വിഷയത്തെ സംബന്ധിച്ച് നിരന്തരമായി ചർച്ചകൾ സംഘടിപ്പിക്കുന്ന, ഈ വിഷയത്തെ ഗൗരവത്തോടു കൂടി എടുത്തിട്ടുള്ളൊരു ചാനൽ എന്നുള്ള നിലയിൽ പറയാൻ കഴിയും. പക്ഷേ മറ്റു ചാനലുകളൊക്കെയുണ്ട്. ഈ ഗാഗ് ഉത്തരവ് പ്രകാരം 12,000-ലധികം കണ്ടന്റുകൾ തമസ്കരിക്കപ്പെട്ട ഒരു വിഷയമാണിത്. മാധ്യമ ലോകത്തുണ്ടായിട്ടുള്ള മാധ്യമങ്ങളോടുള്ള അനീതിക്കെതിരെ പൊരുതാൻ പോലും ഈ നമ്മുടെ പ്രബുദ്ധ കേരളത്തിലെ പല മാധ്യമങ്ങളും മുന്നോട്ട് വന്നിട്ടില്ല. ഒന്ന്, ഞാൻ സല്യൂട്ട് ചെയ്യുന്നത് ഈ SIT ആണ്. അഷ്മി ഒരു ചർച്ചയുടെ ഇടയിൽ ചോദിച്ചിരുന്നു, വിനോദിന് എന്താണ് ഇത്ര ശുഭാപ്തി വിശ്വാസം? താങ്കളുടെ ശുഭാപ്തി വിശ്വാസത്തെ ഞാൻ മാനിക്കുന്നു, അത് നടക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തിരുന്നു. അഷ്മി ഇന്നത് സത്യമായിരിക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഒരു 0.6-ൽ നിന്ന് ഒരു തലയോട്ടിയും ഒരു അസ്ഥികൂടവും കണ്ടെത്തിയിരിക്കുന്നു. അത് മാത്രമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഒരു ചാനലിൽ വന്ന് ഉത്തരവാദിത്വത്തോടു കൂടി അതിൽ കൂടുതലുണ്ട് എന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ അതിൽ കൂടുതലുണ്ട് എന്നാണ് അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരങ്ങൾ. അതോടൊപ്പം തന്നെ അതല്ലാത്ത ഉരുപ്പടികളും മൃതദേഹവുമായി ബന്ധപ്പെട്ട് പാൻ കാർഡ് ഉൾപ്പെടെ, ATM കാർഡ് ഉൾപ്പെടെ, വസ്ത്രങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തിയതായിട്ടുള്ള വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തെ സംബന്ധിച്ച് പിന്നെ സാക്ഷി ഭീം പിന്നെ വെളിപ്പെടുത്തിയ ഈ വെളിപ്പെടുത്തൽ, അതിനെ സംബന്ധിച്ച് രൂപീകരിച്ച SIT അവിടുത്തെ ആക്ഷൻ കമ്മിറ്റിയെ വിശ്വാസത്തിലെടുത്തുകൊണ്ട്, അതിന് പിറകിൽ സഞ്ചരിക്കുന്ന അഭിഭാഷക സമൂഹത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ, ഏറ്റവും ഭീകരമായ, പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന ഒരു ക്രൈം സ്റ്റോറിയുടെ ആദ്യത്തെ വാതിൽ ചവിട്ടി തുറന്നുകൊണ്ടാണ് അതിശക്തമായ SIT ഉണ്ടാവുന്നത്. ആ ഡിപ്ലോയ്മെന്റ് ഒക്കെ ഒരു പൊളിറ്റിക്കൽ വില്ലില്ല, നടക്കില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിൽ സിദ്ധരാമയ്യ കയ്യടി അർഹിക്കുന്നുണ്ട് വൈകിയാണെങ്കിലും. പക്ഷേ ഈ പറയുന്ന രീതിയിൽ ഈ വാർത്തകളുടെ, തെളിവുകളുടെ അല്ലെങ്കിൽ മൊഴികളുടെ ഭീകരാവസ്ഥ പുറത്തു വരുമ്പോഴും കമാന്ന് മിണ്ടാതിരുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അവിടുത്തെ കോൺഗ്രസ് അടക്കം അങ്ങനെയാണ്. സിദ്ധരാമയ്യ മാറ്റി നിർത്തിയാലും അവിടുത്തെ കോൺഗ്രസും അവിടുത്തെ BJP മിണ്ടിയിട്ടില്ല. പക്ഷെ അന്വേഷണം സാധ്യമാകുന്നു എന്ന് വന്നപ്പോഴേക്കും അവിടുത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കേട്ടോ. അവിടുത്തെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് കേട്ടായിരുന്നോ? അപ്പൊ എന്ന് പറഞ്ഞാൽ വിനോദ് മേക്കോത്ത് സുഗമമല്ല ഇപ്പോഴും മുന്നോട്ടുള്ള കാര്യങ്ങൾ. അതെ, അല്ല, എക്സ്യൂം ആരംഭിച്ച് 1-ാമത്തെ ദിവസമാണ് BJP-യുടെ പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നത്. ഇത്തരത്തിൽ കേരളത്തെ പ്രതിചേർത്തുകൊണ്ട് കേരളത്തിൽ നിന്നൊരു ഗൂഢാലോചന, അത് തന്നെ ഒരു മതപരമായ പിന്നെ പരിവേഷം ചാർത്തിക്കൊണ്ട് ഈ വിഷയത്തെ മറ്റൊരു രീതിയിലേക്ക് വഴിതിരിച്ചു വിടാൻ നടത്തിയ ഹീനമായ ശ്രമമാണ്. ഈ പറയുന്ന ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് ആരാധകർ, ആയിരക്കണക്കിന് ഭക്തർ അവിടെ ചെല്ലുന്ന പുണ്യ കേന്ദ്രത്തെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു ഷെയ്ഡ് വന്നാൽ, ഇത്തരത്തിലൊരു കരിനിഴൽ വ്യാപിച്ചാൽ അത് മാറ്റിക്കളയേണ്ടത് വിശ്വാസി സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ. ഇവിടെ പലരും മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അധികാര സ്ഥാനങ്ങളിലേക്ക് കടന്നു വരാനുള്ള കുറുക്കുവഴിയായി മാത്രം മതത്തെയും അത് സംബന്ധിച്ച വർഗീയതയെയും ഉപയോഗിക്കുന്ന ആളുകൾ ഈ വിഷയം രംഗത്ത് വന്നപ്പോൾ എന്തുകൊണ്ടാണ് ശ്രീരാമസേനയും ഇതിനെതിരായി SIT-യുടെ അന്വേഷണത്തെ വഴിതിരിച്ചുവിടുന്ന രീതിയിൽ രംഗത്തിറങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ 1-ാം ദിവസവും 2-ാം ദിവസവും ഒന്നും വന്നില്ലല്ലോ. ഇത് ഒരു ഫേക്ക് ആയിട്ടുള്ള കേസാണ്. ഇത് ഒരാളുടെ മനോവിഭ്രാന്തിയുടെ പ്രതിഫലനമാണ്, അതിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള ഒരു കെട്ടുകഥയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നവർ ഇന്ന് എവിടെ?
ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കാണാനിരിക്കുന്നു നിരവധിയായിട്ടുള്ള തെളിവുകൾ, ഇത്തരത്തിലുള്ള അസ്ഥികൂടങ്ങൾ പുറത്തു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ പറയുന്നത് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾക്കുൾപ്പെടെ ഉള്ള ഉത്തരവാദിത്വം ചെറുതാണോ? കേരളത്തിൽ നിന്ന് 42,000 നമ്മൾ കണക്ക് വെച്ച് പറഞ്ഞു. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കാണ്. കേരളത്തിൽ നിന്ന് 2016 മുതൽ 21 വരെയുള്ള 6 വർഷക്കാലം മാത്രം നഷ്ടപ്പെട്ടത് 42,000-ലധികം ആളുകളാണ്. അതിൽ 7% ആളുകളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് കണക്ക് നിരത്തി നമ്മൾ പറഞ്ഞു. അതിൽ 350-ലേറെ വരുന്നത് കുട്ടികളാണ്, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളാണ് എന്ന് വരെ നമ്മൾ പറഞ്ഞു. അപ്പോൾ കേരളവുമായി അഭേദ്യമായ ബന്ധമുള്ള ഒരു തീർത്ഥാടന കേന്ദ്രം എന്നുള്ള നിലയിൽ അവിടെ അതിനെ ചുറ്റിപ്പറ്റി ഉയർന്നിട്ടുള്ള വ്യാപകമായിട്ടുള്ള മാൻ മിസ്സിംഗ് കേസുകൾ അല്ലെങ്കിൽ വുമൺ മിസ്സിംഗ് കേസുകൾ, ഇത്തരത്തിൽ ഗാങ് റേപ്പ് നടത്തി വലിയ തോതിൽ ടോർച്ചർ ചെയ്തുകൊണ്ട് കൊലപ്പെടുത്തിയ മൃതശരീരങ്ങൾ ഒരാൾ അടക്കം ചെയ്തു എന്ന തരത്തിലൊരു വെളിപ്പെടുത്തൽ വന്ന് ഒരു ഗവൺമെന്റ് മുന്നോട്ട് വെച്ച DGP തലത്തിൽ തൊട്ട് താഴോട്ടുള്ള ഒരു ഗൗരവമുള്ള ഒരു SIT അതിനെ സംബന്ധിച്ച് 17 മണിക്കൂർ അയാളുമായി ആശയവിനിമയം നടത്തി അന്വേഷണം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുമ്പോഴെങ്കിലും ഈ പറയുന്ന രാഷ്ട്രീയ കക്ഷികൾ എന്ത് ചെയ്യണമായിരുന്നു? അതിൽ ഇന്റർവീൻ ചെയ്യണ്ടേ? അതിൽ ഇടപെടണ്ടേ? അവരുടെ അഭിപ്രായങ്ങൾ പറയണ്ടേ? ഇവർക്ക് ഇവിടുത്തെ ജനങ്ങളോട് എന്ത് ഉത്തരവാദിത്വമാണുള്ളത് എന്നാരെങ്കിലും ചോദിച്ചു പോയാൽ ആ ചോദിക്കുന്ന ആളുകളെ കുറ്റപ്പെടുത്താൻ കഴിയുമോ? ഇവിടുത്തെ പൊതുസമൂഹം എന്ന് പറയുന്നത് ഇത്തരം വിഷയങ്ങളിൽ ഉണർന്നു പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇവിടുത്തെ ആക്ടിവിസ്റ്റുകൾ, ഇവിടുത്തെ സെലിബ്രിറ്റികൾ, അതുപോലെ തന്നെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ, ഇവരാരും ഒരു അക്ഷരം മിണ്ടിയില്ലല്ലോ ഈ കഥയെക്കുറിച്ച്. എന്താണിത്? ഒരു കെട്ടുകഥയാണ് എന്ന മട്ടിലാണ് നമ്മളോട് പലരും സംസാരിക്കുന്നത്. നമുക്ക് പല മെസ്സേജുകളും വരുന്നത്. നിങ്ങൾ എന്തിനാണ് ഇതിൽ പോയി തലയിടുന്നത് എന്ന് കേരളത്തിലെ ഉത്തരവാദപ്പെട്ട ഒരു മാധ്യമത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, മാധ്യമ ലോകത്തിനാകെ നാണക്കേടാണ്. ഞങ്ങൾ മംഗളൂരുവിൽ ചെന്നപ്പോൾ, ഞങ്ങൾ ധർമ്മസ്ഥലയിൽ ചെന്നപ്പോൾ, ഞങ്ങൾ തളിപ്പറമ്പിൽ ചെന്നപ്പോൾ, ഞങ്ങൾ കോഴിക്കോട്ട് വന്നപ്പോൾ അവർ നീട്ടിയ മൈക്കിന്റെ പിറകിൽ നിന്ന് ഞങ്ങളെ നേരിട്ട ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് ഇതിൽ കാര്യമെന്നാണ്. ഞങ്ങൾക്കതിൽ കാര്യമുണ്ട് എന്ന് അവരോട് മുഖത്ത് നോക്കി പറയാൻ ഞങ്ങൾക്ക് ധൈര്യമുണ്ടായിരുന്നു. ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, ഞങ്ങൾക്കിപ്പോഴും അതിൽ കാര്യമുണ്ട്. കാരണം ഭരണഘടന ഇൻഫോഴ്സ് ആയിട്ടുള്ള ഒരു രാജ്യത്ത്, നീതിന്യായ സംവിധാനങ്ങൾ പ്രവർത്തിക്കേണ്ട ഒരു രാജ്യത്ത് ഇത്തരത്തിലൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ഉയരാത്ത മനസാക്ഷി എന്ന് പറയുന്നത്, അതിനെതിരെ ഉയരാത്ത നാവ് എന്ന് പറയുന്നത് എന്തിനാണ് മനുഷ്യന്? എന്തിനാണ് ഇത്തരത്തിലുള്ള ആളുകൾക്ക്? അപ്പൊ ഇങ്ങനെയുള്ള കേസ് വരുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്നവരെ പോലും ഗാഗ് ഉത്തരവിറക്കിയാണ് മാധ്യമ വിലക്ക് നടപ്പാക്കി കർണാടകത്തിലെ മുഴുവൻ മാധ്യമങ്ങളെയും വായമൂടി കെട്ടിയതെങ്കിൽ കേരളത്തിൽ അതിനനുസൃതമായ തരത്തിലുള്ള ഒരു തരം നിശബ്ദത. ഞാൻ ധർമ്മസ്ഥലയിലെ കാട്ടിൽ പോയി ആ കോരിച്ചൊരിയുന്ന മഴയത്ത് ഒരു കർക്കിടക വാവ് ദിവസത്തിൽ അനുഭവിച്ചതിനേക്കാൾ വലിയ നിശബ്ദത ഇന്ന് കേരളത്തിലെ മാധ്യമ ലോകത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവിക്കുകയുണ്ടായി. ഞാൻ പറയുന്നത് കേരളത്തിന് വലിയ പാരമ്പര്യമുണ്ട് മാധ്യമരംഗത്ത്. ആ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത്തരം വിഷയങ്ങളുമായി ബന്ധം ഞാൻ ഹഷ്മിയെ സല്യൂട്ട് ചെയ്യുകയാണ്, 24 ന്യൂസിനെ സല്യൂട്ട് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഇത് പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി ശ്രമിച്ച എല്ലാവരെയും, ആക്ഷൻ കമ്മിറ്റിക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഇതിന്റെ പുറകെ സഞ്ചരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ അതിനുവേണ്ടി അഭിനന്ദിക്കുകയാണ്.